بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ വളരെ പ്രാധാന്യമുള്ള ചില സന്ദർഭങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആ സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട അമലുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പ്രമാണങ്ങൾ ഈ ദൗത്യം വളരെ കൃത്യമായി തന്നെ നിർവഹിക്കുകയും പൂർവികരായ മഹത്തുക്കൾ അത് ജീവിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. പുണ്യ റബീഉ വരുമ്പോൾ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തിയും പ്രകീർത്തനങ്ങൾ പാടിയും പറഞ്ഞും ഒക്കെ അവിടുത്തെ പരിഗണിക്കുന്നു എന്ന ഒരു പാരമ്പര്യ രീതി അള്ളാന്റെ ദീനിൽ സ്വഹാബികളുടെ കാലം മുതൽക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ പരിശുദ്ധ റമദാൻ വരുമ്പോൾ അതിനോടനുബന്ധമായുള്ള കാര്യങ്ങൾ, വർഷത്തിൽ ചില മാസങ്ങളെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ച്, അതുപോലെ തന്നെ ആഴ്ചയിൽ വെള്ളിയാഴ്ച പോലെയുള്ള സന്ദർഭങ്ങളെ പരിഗണിക്കേണ്ട പോലെ പരിഗണിച്ച് കൃത്യമായ അമലുകളുടെ ക്രോഡീകരണത്തെ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന ഒരു പൂർവീകരുടെ ജീവിത രീതി, കൃത്യമായി പറഞ്ഞാൽ നമുക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു കൃത്യമായ സിലബസ് നമ്മുടെ മുന്നിലുണ്ട്. അനുധാവനം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് അത് വലിയ പുണ്യമുള്ള അമലാണ്. പലപ്പോഴും സ്വലാത്തിനെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ ക്ലാസ്സുകളിൽ, ചർച്ചകളിൽ, നമ്മുടെ ഈ കൂടിക്കാഴ്ചകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. സ്വലാത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല, അത്രയും മഹത്വം സ്വലാത്തിനുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമാണ് നമ്മുടെ ചർച്ച ആവർത്തിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് സ്വലാത്തിലേക്കുള്ള ആഹ്വാനമാണ്. ആ അമലിന്റെ വിളി തന്നെ, ആ അമലിന് വേണ്ടിയുള്ള വിളി തന്നെ അള്ളാഹുവിന്റെ ഖുർആനിൽ മറ്റിതര അമലുകളെ പറഞ്ഞുകൊടുത്തൊന്നും പറയാത്ത ഒരു പ്രത്യേക ശൈലി പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അല്ലാഹുമ്മ അവന്റെ മലക്കുകളും ഹബീബിന്റെ വ്യക്തിപ്രഭാവത്തെ പരിഗണിക്കാൻ സ്വലാത്തിലൂടെ അള്ളാഹുവിനോട് ലായിഖായ സ്വലാത്ത് അള്ളാഹുവിന്റെ മലക്കുകളോട് ലായിഖായ അനുയോജ്യമായ സ്വലാത്ത് മലക്കുകൾ മുഅ്മിനീങ്ങളെ നിങ്ങളിൽ ഏൽപ്പിക്കുകയാണ് സ്വലാത്തിന്റെ പരിഗണനയെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എത്ര മനോഹരമായ ക്ഷണമാണ് ഈ അമലിലേക്ക് വേണ്ടി അള്ളാഹു നിർവഹിച്ചിരിക്കുന്നത്. അത് ഏറ്റെടുക്ക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ സ്വഭാവമാണ്. യാ അയ്യുഹല്ലദീന ആമനു എന്ന ആയത്തിലുള്ളത്. അപ്പൊ സ്വലാത്ത് ചൊല്ലാൻ കഴിയാതെ, സ്വലാത്ത് ഒഴിവാക്കി നിർത്തിയിട്ട് ഒരാൾക്ക് മുഅ്മിൻ എന്ന പദവിയിലെത്താൻ കഴിയില്ല. അമലുകളുടെ കൂട്ടത്തിൽ ചിലത് മാറ്റി നിർത്താൻ നമുക്ക് പലയിടങ്ങളിലും നമുക്കത് പ്രശ്നമല്ലാതെ വരാറുണ്ട്. ചില അമലുകളെ ചില സന്ദർഭങ്ങളാൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഉദാഹരണം, ഒരു പാവപ്പെട്ടവന്റെ ഹക്കിൽ സക്കാത്ത് കടന്നു വരുന്നില്ല, മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവന്റെ ഹക്കിൽ ഹജ്ജിന്റെ നിർബന്ധിതയ്ക്ക് അവൻ മാറ്റി നിർത്തപ്പെടുകയാണ്, അല്ലെങ്കിൽ അവനിൽ നിന്നും ആ അമല് മാറ്റി നിർത്തപ്പെടുകയാണ്. സാഹചര്യങ്ങളില്ലെങ്കിൽ ജിഹാദ് മാറ്റി നിർത്തപ്പെടുകയാണ്, സ്വലാത്ത് മാറ്റി നിർത്തപ്പെടുന്നില്ല. സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും ഒരു മനുഷ്യന്റെ വിവേകം അവനിൽ ഉള്ളോടത്തോളം കാലം അവനിൽ സ്വലാത്ത് മാറ്റി നിർത്തപ്പെടുന്നില്ല. ഇത് വലിയ ഒരു തത്വമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പറയപ്പെട്ട ആയത്ത് മഹാന്മാരായ ധാരാളം മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് സംബന്ധമായി വലിയ വിശദീകരണങ്ങൾ കൊടുക്കുന്നതായി കാണാം. ചിലതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്.
ഒരല്പം ചിലത് വ്യത്യസ്തമായി കാണപ്പെട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുമായി പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബ് നമ്മുടെ അറിവിലും നമ്മൾ ചെയ്യുന്ന അമലിലും അവന്റെ പൊരുത്തം തന്നെ അനുഗ്രഹിക്കട്ടെ. മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തരി തങ്ങള് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഈ ആയത്തിന് കൊടുക്കുന്ന ഒരു പ്രത്യേകമായ വ്യാഖ്യാനം, അഫ്ദലുൽ ഇബാദാത്ത് അത് സ്വലാത്താണെന്നാണ്. നിസ്കാരം അഫ്ദലുൽ ഇബാദത്തുൽ ബദനിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് നിസ്കാരം. അതിനും സ്വലാത്ത് എന്ന് തന്നെ പറയാം നിസ്കാരത്തിന്. അസ്വലാഹ് അദ്ദുആ എന്നാണ്. അതേ അസ്വലാ എന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്തിനും പറയുന്ന വാക്കാണ്. അപ്പൊ നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം, അതുപോലെ തന്നെ സ്വലാത്തും ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അഫ്ദലുൽ ഇബാദത്താണ്. നിസ്കാരത്തെ അഫ്ദലുൽ ഇബാദത്ത് ആക്കാൻ കാരണം, ഏറ്റവും ശ്രേഷ്ഠകരമായ ഇബാദത്താക്കാൻ കാരണം സുജൂദിന്റെ നിർവഹണം അതിലുള്ളത് കൊണ്ടാണ്. ആ ഒരു ന്യായത്തിലൂടെ നിസ്കാരം ഏറ്റവും വലിയ ഇബാദത്തായി മാറുമ്പോൾ സ്വലാത്ത് മോശമല്ല, സ്വലാത്തും ഏറ്റവും വലിയ ഇബാദത്താണ്. കാരണം അള്ളാഹ് നിസ്കരിക്കുന്നു എന്ന് ഖുർആനിൽ പറയുന്നില്ല, അള്ളാഹു ചെയ്യുന്നു എന്ന തലത്തിലൂടെ ചെയ്യാൻ പറയപ്പെടുന്ന ഒരു അമല് സ്വലാത്താണ്. അതുകൊണ്ട് ഇതും അഫ്ദലുൽ ഇബാദത്തായി മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കുറിക്കുന്നതായി കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ലിഅന്നല്ലാഹ തവല്ലാഹ വഹുവ വമലായികതുഹു, അള്ളാഹു ഏറ്റെടുത്തു, അവന്റെ മലക്കുകൾ ഏറ്റെടുത്തു. സുമ്മ അമറ ബിഹൽ മുഅ്മിനീൻ, പിന്നെ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചു. വസായിറുൽ ഇബാദാത്ത് ലൈസ കദാലിക, ഒരു ഇബാദത്തും ഇതുപോലെ ഒരു ഏറ്റെടുക്കലിലും പിന്നീട് ഒരു ഏൽപ്പിച്ചു കൊടുക്കലിലും കാണപ്പെടുന്നില്ല. യഅനി അന്നല്ലാഹു തആല അമറ ബിസായിറിൽ ഇബാദാത്ത് വലം യഫഅൽഹു ബിനഫ്സിഹി, അല്ലാഹ് ചെയ്തിട്ട് ചെയ്യാൻ പറയുന്ന ഇബാദത്ത് ഇല്ല, ഇതേ ഉള്ളൂ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് കേട്ടോളൂ. ഇന്ന ലില്ലാഹി മലക്കൻ അഅതാഹു സമഅൽ ഖലായിഖി, അല്ലാഹുവിന് ഒരു പ്രത്യേക മലക്കുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാന്റെ സൃഷ്ടികളിലെ ഏത് സൃഷ്ടിയുടെയും എത്ര ചെറിയ ശബ്ദത്തെയും ആ മലക്കിന് കേൾക്കാൻ കഴിയും. ഒരേ സമയം അത് വേർതിരിച്ചറിയാൻ കഴിയും. അതാ മലക്കിന്റെ മാത്രം പ്രത്യേകത. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ബഹളം വെച്ച് ഒരു ആൻസർ പറയുന്നിടത്ത് അധ്യാപകൻ അത് വേർതിരിച്ച് ആരാണ് കൃത്യമായി പറയുന്നത്, ആര് പറയുന്നതിലാണ് കുറവുള്ളത്, ആരുടെ പറച്ചിലിൽ അപാകതകളുണ്ട്, ആരൊക്കെ ഏറ്റു പറയുമ്പോൾ കൃത്യവും ഒറ്റയ്ക്ക് പറയുമ്പോൾ തെറ്റിപ്പോകുന്നവരും ആരാണ്, പറയപ്പെടുന്ന ആൻസറിന്റെ പൂർത്തീകരണം ഇല്ലാത്തവരാ, അധ്യാപകനെ സംബന്ധിച്ച് പ്രയാസ. അപ്പൊ അദ്ദേഹം പറയും എല്ലാരും കൂടി ഒന്നിച്ച് പറയല്ലേ, ഒരാള് പറയ് എന്ന് പറയും. അങ്ങനെയാണല്ലോ. അത് വേർതിരിക്കാനുള്ള ഒരു കഴിവ് കുറവാണ്. അള്ളാഹുവിന്റെ സർവ്വ സൃഷ്ടികളുടെയും ശബ്ദത്തെ എത്ര ചെറിയ ശബ്ദമാണെങ്കിലും ഒരുമിച്ച് കേട്ടാൽ അതിനെ തിരിച്ചറിയാനുള്ള കഴിവുള്ള ഒരു മലക്ക് റബ്ബിന് ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കിന്റെ പ്രത്യേകത അഅതാഹു സമഅൽ ഖലായിഖി, സർവ സൃഷ്ടികളുടെയും എത്ര ചെറിയ ശബ്ദവീചിയെയും ഏറ്റെടുക്കാൻ, അതിനറിയാൻ, കേൾക്കാൻ കഴിയുന്ന കഴിവ് ഈ മലക്കിന് ഉണ്ട്. ഈ മലക്ക് നിൽക്കുന്നത് എവിടെയാണെന്നറിയുമോ? ഹുവ ഖായിമുൻ അലാ ഖബരി ഇദാ മിത്തു ഇലാ യൗമിൽ ഖിയാമ. ഞാൻ നിങ്ങളോട് യാത്ര പറഞ്ഞാൽ, മുത്തുനബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാൾ വരെ എന്റെ ഖബറിന്റെ സമീപത്തായിരിക്കും ഈ മലക്ക് നിൽക്ക എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലൈസ അഹദും മിൻ ഉമ്മത്തി യുസല്ലി അലയ്യ സ്വലാത്തൻ, എന്റെ സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഒരു സ്വലാത്ത് എന്റെ പേരിൽ ചൊല്ലുന്നുവെങ്കിൽ ഇല്ലാ സമ്മാഹു ബിസ്മിഹി, ചൊല്ലിയ ആളുടെ പേര് ആ മലക്ക് വിളിച്ചു പറയുന്നു. വസ്മി അബീ, ചൊല്ലിയ ആളുടെ പേരിന്റെ കൂടെ അയാളുടെ വാപ്പാന്റെ പേരും മലക്ക് വിളിച്ചു പറയുന്നു. എങ്ങനെ പറയും? യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാ അലൈക ഫുലാനു കദാ വകദാ യുസല്ലി റബ്ബു അലാ ദാലിക റജുലി ബികുല്ലി വാഹിദത്തിൻ അശ്റാ. ഇന്നാലിന്ന ആളുടെ ഇന്ന മോനാണ് ഇപ്പോ ഈ സ്വലാത്ത് ചൊല്ലിയത് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മലക്ക് വിളിച്ചു പറയും.
പറഞ്ഞ ആ സ്പോട്ടിൽ തന്നെ ഒരു സ്വലാത്ത് റൗളയിൽ എത്തലോടുകൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒന്നിന് പകരം 10 നന്മ ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് നിയോഗിച്ചു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് എങ്ങനെയും ചൊല്ലാം. കേൾക്കണേ, സ്വലാത്തിന് ശുദ്ധി വേണ്ട, ഖിബ്ല വേണ്ട, തലമറയ്ക്കണ്ട. സ്വലാത്ത് നടന്ന് ചൊല്ലാം, ഇരുന്ന് ചൊല്ലാം, ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലാം. ശറഇൽ മുഅല്ലമായ കാര്യങ്ങൾ, ബഹുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുന്ന എല്ലായിടത്തും ചൊല്ലാം. അതായത് ബാത്റൂം പോലുള്ളിടത്ത് പാടില്ലെന്ന്. മുഅല്ലമായ ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങൾ ചൊല്ലേണ്ടോടത്ത് എല്ലാം സ്വലാത്ത് ചൊല്ലൽ അനുവദനീയമാണ്. എവിടെയും ചൊല്ലാം, ഏത് സന്ദർഭത്തിലും ചൊല്ലാം. അത് പാടില്ലാത്തടത്ത് മാത്രമേ പാടില്ലെന്നുള്ളൂ. അങ്ങനെയെങ്കിൽ സ്വലാത്തിൽ ഇത്രയും വലിയൊരു സ്വാതന്ത്ര്യം അള്ളാന്റെ ദീൻ തരുന്നുണ്ട്. സ്വലാത്ത് ചൊല്ലുന്ന ഒരാൾക്ക് ഇത്രയും വലിയ സ്വാതന്ത്ര്യം തരുന്നുണ്ട് എന്ന് വെച്ച് സ്വലാത്ത് ചൊല്ലുന്നതിന്റെ പ്രൗഢി കുറയ്ക്കാൻ പാടില്ല എന്നാണ് മുഫസ്സിരീങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. അതിന് ഹദീസ് തെളിവുണ്ട്. അപ്പൊ സ്വലാത്ത് ചൊല്ലുന്ന ആള് ഉളൂ വേണ്ട, ശുദ്ധി വേണ്ട, ഖിബ്ല വേണ്ട, തലമറക്കണ്ട എന്നൊക്കെ പറയുന്നുവെങ്കിൽ ഇതൊക്കെ സ്വലാത്ത് ചൊല്ലുന്നതിന്റെ കൂടെ ആയാൽ വളരെ നല്ലതാ. അതായത് തലമറച്ചും ചൊല്ലണം, സ്വലാത്ത് വരുമ്പോൾ ഉളൂ ഉണ്ടാവാം, അതൊക്കെ വലിയ കൂലി കിട്ടും. അതില്ലാതെയും കൂലിയുണ്ട്, അത് ഉണ്ടായാൽ കൂടുതൽ കൂലി. മുത്തുനബി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അദബുകളൊക്കെ ഒന്ന് പാലിച്ചാൽ നന്നായിരിക്കും. കാരണം എന്റെ അടുത്ത് വരുന്ന സ്വലാത്ത് ഇന്ന ആള് ചൊല്ലി എന്ന് പറയുമ്പോ അയാളുടെ സ്വലാത്തിനൊരു വൃത്തി വേണ്ടേ, അയാൾ ചൊല്ലിയ സ്വലാത്തിനൊരു കോലം വേണ്ടേ. നിങ്ങൾ എന്റെ മുന്നിൽ പറയാണല്ലോ. ഇപ്പൊ ഉസ്താദിന് ചെലവ് കൊണ്ടുവരുന്ന വീട്ടില് അങ്ങനെ ഉണ്ടല്ലോ. ഉസ്താദിന് ചെലവ് വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ നല്ല ഭക്ഷണം വരുന്ന വീട്ടിൽ നിന്ന് 2, 3, 4 പ്രാവശ്യം എത്തിക്കഴിഞ്ഞാൽ മാസത്തിലായിരിക്കുമല്ലോ ചെലവ്. 5ാമത്തെ പ്രാവശ്യത്തും ഉസ്താൻ അറിയാതെ ഇന്ന വീട്ടിലെ ഭക്ഷണം അത് മോശാവൂല എന്ന്. എവിടെയാന്ന് ചെലവ്? അത് ഇന്ന വീട്ടില. അവിടുത്തെ ഭക്ഷണം മോശാവാറില്ല. അത് പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്ന, മദ്രസയിലോ സ്കൂളിലോ വരുന്ന കുട്ടികളുടെ വൃത്തിയും വെടിപ്പും കണ്ടു കഴിഞ്ഞാൽ അധ്യാപകൻ വരെ ആ വീട്ടിൽ നിന്ന് വരുന്ന മക്കളൊക്കെ നല്ലോണം വരും. നമ്മുടെ പേരിൽ, നമ്മുടെ അഡ്രസ്സിൽ, നമ്മളുടെ വാപ്പാന്റെ പേരിൽ പുണ്യ റൗളയിലേക്ക് കൊടുത്തയക്കുന്നതിന് ഭംഗി വേണമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. നേരത്തെ പറഞ്ഞു കൊടുത്ത് തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് എവിടെ? സ്വലാത്ത് ചൊല്ലാൻ ഉളൂ വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ ഖിബ്ല വേണ്ട, സ്വലാത്ത് ചൊല്ലാൻ തലമറക്കണ്ട. എവിടെയുമാവാം, എങ്ങനെയുമാവാം. ബഹുമാനിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഉച്ചരിക്കാൻ പാടില്ലാത്ത ഇടത്തിൽ മാത്രം പാടില്ല എന്നത് ഒഴിച്ചു നിർത്തിയാൽ സ്വലാത്ത് എവിടെയും ആവാം. എന്നാലും അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാലും അതിനൊന്ന് വൃത്തിയാക്കി ഭംഗിയാക്കി റൗളയിലേക്ക് കൊടുത്തയക്കുന്ന സമ്മാനമെന്ന നിലയിൽ അതിനൊരു പരിഗണന കൊടുത്താൽ ഹബീബിന് വലിയ സന്തോഷമാക്കട്ടുള്ളൂ. ഹദീസ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഇദാ സല്ലൈതും അലയ്യ, എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഫഅഹ്സിനു അലയ്യ സ്വലാ, നിങ്ങളുടെ സ്വലാത്തിന് നിങ്ങൾ ഭംഗി കൂട്ടണേ. സയ്യിദുനാ റസൂലുള്ളാഹി ഫഇന്നകും തുഅറദൂന അലയ്യ ഫഇന്നകും തുഅറദൂന അലയ്യ ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും വഅശാഇരികും വഅഅമാമികും. കാരണം എന്തെന്നറിയോ? മഹാനായ മലക്ക് നിങ്ങളെ പറ്റി എന്റെ അടുക്കൽ പറയും. അപ്പൊ നിങ്ങളുടെ വാപ്പാനെ പറയും, നിങ്ങളുടെ വല്ലുപ്പാനെ പറയും, കൂട്ടുകുടുംബക്കാർ, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ പറയും. ഒരു നാട്ടിൽ ഒരു മുഹമ്മദാണ് എങ്കിൽ, ഒരു അബൂബക്കറാണെങ്കിൽ, ഒരു പോസ്റ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ അയാളുടെ പേരിനോളം പേര് പോലെയുള്ള പേരുള്ള അതേ ഇനിഷ്യലുള്ള മറ്റൊരാളുണ്ടെങ്കിൽ പിന്നെ പറയുന്ന അയാളുടെ വാപ്പാടെ പേരാണ്. അപ്പൊ രണ്ടുപേരുടെയും വാപ്പാന്റെ പേര് ഒരുപോലെയാണെങ്കിൽ പിന്നെ പറയുന്നത് അയാളുടെ വാപ്പാന്റെ പേരാണ്. അല്ലെങ്കിൽ വീടിന്റെ പരിസരം മറ്റടയാളങ്ങളിലേക്ക്. ഇപ്പൊ നമ്മുടെ പേര് പറയുന്നോടത്ത് നമ്മെ പോലത്തെ പേരുള്ള ഒരാളുണ്ടെങ്കിൽ അയാളും സ്വലാത്തിലിട്ടുണ്ടെങ്കിൽ വാപ്പാന്റെ പേരിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂട്ടേണ്ടി വരും.
അങ്ങനെ ഓരോരുത്തരെയും കൃത്യമായി പരിചയത്തോടുകൂടെ ഹബീബ് തിരിച്ചറിയും. കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവനെ കൂടുതൽ റൗദയിൽ പറയപ്പെടാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സ്വലാത്തിൽ വൃത്തിയിൽ ഭംഗിയിൽ ചൊല്ലണമെന്നാ പഠിപ്പിച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഹദീസ് കേട്ടോളൂ. മൻ സല്ലാ വാഹിദതൻ അമറല്ലാഹു ഹാഫിളഹു അല്ലാ യക്തുബ അലൈഹി സലാസത അയ്യാം. ഒരു സ്വലാത്ത് അതിന്റെ വൃത്തിയിലും ഭംഗിയിലും അതിന്റെ വെടിപ്പിലും ആദരവിലും നമ്മൾ സമർപ്പിച്ചാൽ ഒറ്റ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടം 3 ദിവസം നമ്മുടെ പാപം എഴുതാൻ മലക്കിനോട് പാപം എഴുതാൻ മലക്ക് പാപം എഴുതൂല, 3 ദിവസം എഴുതൂല. എഴുതരുതെന്ന് അള്ളാഹുവിന്റെ ഓർഡർ ഉണ്ടാകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് സ്വലാത്ത് എഴുതിയിട്ട് ഹദിയ ചെയ്യാം. പ്രത്യേകിച്ച് ഖബർ സിയാറത്തിന് പോകുമ്പോ അതൊക്കെ മഹത്തുക്കൾ പഠിപ്പിച്ചത് ഖബറിന്റെ സമീപത്ത് നിന്ന് സ്വലാത്ത് എഴുതിയിട്ട് ഹദിയ ചെയ്യാന്നത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഒരു ഉമ്മ അവരുടെ മരണപ്പെട്ട മകൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് സ്വപ്നം കണ്ടു. ഉമ്മ വല്ലാത്ത സങ്കടത്തിലായി. പിന്നീട് ഉമ്മ ആ മകനെ കാണുന്ന സന്ദർഭത്തില് മകൻ വല്ലാതെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നു. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ ഈ മകന് ഖബറിന്റെ അകത്ത് സുഖസൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇങ്ങനെ ഒരു വ്യത്യാസത്തിലാണ് പിന്നെ ഒരിക്കൽ കാണുന്നത്. ആദ്യം കണ്ടത് ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നതായിട്ട്. ഉമ്മ വല്ലാതെ സങ്കടപ്പെട്ടു. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നല്ല കോലത്തിൽ ഖബറിൽ ആദരിക്കപ്പെടുന്നതായിട്ട് കണ്ടു. നല്ല സന്തോഷത്തിലാണ് രണ്ടാമത്തെ സ്വപ്നത്തിൽ മകനെ ഖബറിൽ കിടക്കുന്ന മകനെ ഉമ്മ സ്വപ്നം കാണുന്നത്. അപ്പൊ മകനോട് ചോദിച്ചു, മോനെ നിന്റെ ഈ അവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ടല്ലോ, എന്താ ഇതിന്റെ കാരണം? അപ്പൊ മകൻ പറഞ്ഞു, ഉമ്മ മർറ റജുലുൻ ബിൽ മഖ്ബറ, ഞാൻ അടങ്ങുന്ന ഈ ഖബർസ്ഥാനിലെ എല്ലാവരുടെയും സമീപത്തോടു കൂടി, അല്ലെങ്കിൽ ഈ ഖബർസ്ഥാന്റെ പരിസരത്തു കൂടി ഒരു മനുഷ്യൻ, ഒരു സ്വാലിഹായ മനുഷ്യൻ നടന്നു പോയി. അയാൾ പോകുന്ന പോക്കില് അയാൾ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ് നടന്നു പോയത്. പോകുന്ന വഴിയിൽ ഒരു ഖബർസ്ഥാന്റെ സമീപത്തുകൂടി നടന്നു പോകുമ്പോഴും മരണപ്പെട്ടവർക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്ത് ഹദിയയാക്കിയിട്ട് പോയ ആളാണ്. ആ മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ, അത് ഹദിയയാക്കി ഖബറാളികൾക്ക് കൊടുത്തതിന്റെ പേരിൽ ഫജഅല നസീബതി മിൻ ദാലിക അൽ മഗ്ഫിറ ഫഗ്ഫിറ ലീ, എനിക്ക് അള്ളാഹു പുറത്തു തന്ന അയാളെ ഹദിയാക്കിയ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്. അപ്പൊ മരണപ്പെട്ടവർക്ക് ഖബറിലുള്ളവർക്ക് സ്വലാത്ത് ചൊല്ലാം, അതിന് വലിയ പരിഗണനയാണുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ സ്വലാത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം. സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത്, എത്ര ചർച്ച അതിനെപ്പറ്റി നടക്കുന്നു. മഹാനായ കഅബ് ഇബ്നു ഉസ്റ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ ആയത്ത് ഇറങ്ങുന്ന സമയത്ത് ഖുംനാ ഇലൈഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ പേരിൽ സലാം പറയുന്നുണ്ട്, അതേക്കുറിച്ച് ഞങ്ങൾക്കറിയാം എങ്ങനെയാ സലാം പറയേണ്ടതെന്ന്. ആയത്തിൽ അങ്ങയുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ പറയുന്നുണ്ടല്ലോ, ആ സ്വലാത്തിന്റെ രൂപം എങ്ങനെ നബിയേ എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്വലാത്തിന്റെ, എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത്. നിസ്കാരത്തിൽ ചൊല്ലാറുള്ള കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് അങ്ങ് ചൊല്ലിക്കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ചില റിവായത്തുകളിലൊക്കെ സ്വലാത്തിനെ പരിചയപ്പെടുത്തപ്പെടുന്നിടത്ത് പുണ്യനബിയുടെ പേരിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദിനെ ചേർക്കണമെന്ന മഹാന്മാരുടെ നിർദ്ദേശമുണ്ട്. സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചേർക്കാവുന്നതാണ്, സയ്യിദിനെ ചേർത്ത് ചൊല്ലാവുന്നതാണ്. كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അടിസ്ഥാന രൂപം ഇങ്ങനെയാണ്. കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് ഇതിൽ നിന്നും ഒരൽപ്പം മറ്റു റിവായത്തുകൾ അടിസ്ഥാനപ്പെടുത്തി കുറച്ചും കൂടി എളുപ്പമുള്ള രീതിയിൽ പഠിപ്പിച്ചു തന്ന സ്വലാത്താണ് ഇന്ന് നമ്മൾ ചൊല്ലുന്ന ശൈലി. ഇബ്രാഹിമിയ സ്വലാത്തിന്റെ ശൈലി അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ ഉദ്ധരിച്ചു കൊടുത്ത 2 പ്രാവശ്യം ഇന്നക ഹമീദും മജീദ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്നിടത്ത് അങ്ങനെ വരുന്നില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇബ്രാഹിം നബിയിലേക്ക് ചേർത്തുകൊണ്ട്
അവിടുത്തെ അറിയിക്കുക. എന്താ ഇബ്രാഹിം നബിയിലേക്ക് ചേർക്കുക, അല്ലെങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൂടി സ്വലാത്തിൽ പരാമർശിക്കുക. അഷ്റഫുൽ ഖൽഖ് വരുന്നത് വരെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, പ്രത്യേകിച്ച് മനുഷ്യകുലത്തിൽ അതുപോലത്തെ ഒരു മഹാൻ വേറെയില്ല. അതായത് മുത്തുനബി കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനമാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. അപ്പോ ഇബ്രാഹിം നബിക്ക് നീ ചെയ്ത പോലെ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയൊക്കെ ചെയ്തതാണ് ഇപ്പോൾ ഇതുവരെ ലോകത്ത് അറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ അള്ളാഹുവിന്റെ മാക്സിമം ചെയ്യൽ. അപ്പൊ അതിനപ്പുറത്തേക്ക് ഒരാശയം എന്തോ ഉണ്ട് മുത്തുനബിക്ക് ചെയ്യാനുള്ളത്. അത് നീ ചെയ്തേക്കണേ അല്ലാ എന്നൊരു പ്രാർത്ഥനയാണ് ഈ സ്വലാത്ത് ഉദ്ഘോഷിക്കുന്നത്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദുആയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ഖബറിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വപ്നം കണ്ടു. സ്വർഗത്തിന്റെ വീതി വിശാലതയിൽ, വിസ്തൃതയിൽ ഒരു വലിയ മരത്തിനെ കണ്ടു. ആ മരത്തിന്റെ ശിഖരങ്ങളിൽ, ചില്ലകളിൽ, അതിന്റെ ഇലകളിൽ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എഴുതി വെച്ചതായി കണ്ടു. പിന്നെ സ്വർഗത്തിന്റെ മറ്റു പല മരങ്ങളെയും കണ്ടപ്പോൾ എല്ലാ മരത്തിന്റെയും ശിഖരങ്ങളിലും, ചില്ലകളിലും, ഇലകളിലും എഴുതി വെച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വപ്നത്തിൽ ജിബ്രീലുണ്ട് അലൈഹിസ്സലാം. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, എന്താണ് കാരണം ഇങ്ങനെ എഴുതി വെക്കാൻ? അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അത് അല്ലാഹുവിന്റെ അഹബ്ബുൽ ഖൽഖായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുഹമ്മദ് റസൂൽ അല്ലാഹു പരിഗണിച്ചതാണ്. അല്ലാഹു പരിഗണിച്ചതാണ് മുത്തുനബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പരിഗണന ആ സ്വർഗത്തിൽ ഉടനീളം ഈ പേര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ കൂടെ ചേർക്കപ്പെട്ടതായി കണ്ടത്. ഇബ്രാഹിം നബിക്ക് ഒരു ആഗ്രഹം തോന്നി. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആറന്നു അല്ലാഹുവേ അജിരി അലാ ലിസാനി ഉമ്മത്തി മുഹമ്മദിൻ ദിക്രി. ഉമ്മത്ത് മുഹമ്മദിൽ എന്റെ പരാമർശം ഉണ്ടാവണം അല്ലാ, അവരുടെ നാവിൽ എന്റെ പേരും എന്നെ കുറിച്ചുള്ള പറച്ചിലും നീ എത്തിക്കണേ എന്ന് അന്ന് ദുആറന്നു സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഫസ്തജാബ അല്ലാഹു ദുആ, മഹാനവറുകളുടെ ദുആക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. വല്ലമ്മ ഫിസ്സലാത്തി മഅ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള ഈ സ്വലാത്ത് വഹിയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള ഈ സ്വലാത്ത് പുണ്യ നബിയിലൂടെ വന്നതാണ് ഇബ്രാഹിമിയ സ്വലാ. അതായത് മുത്ത് നബി ചൊല്ലിയ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാം. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം അതൊരു 100 എണ്ണമെങ്കിലും ചൊല്ലിയേ പറ്റൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുത്തുനബിയുടെ പേരിലുള്ള സ്വലാത്ത് അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇബ്രാഹിം നബിയുടെ പേരങ്ങ് ചേർക്കാൻ തീരുമാനിച്ചു. എന്നിട്ടോ ഇബ്രാഹിം നബിയുടെ പേര് ചേർന്ന സ്വലാത്ത് ചൊല്ലാൻ നമ്മോട് കൽപ്പന വരികയും ചെയ്തു. എന്തുകൊണ്ടല്ലേ? അന്ന ഖിബ്ലതനാ ഖിബ്ലതുഹു, നമ്മുടെ ഖിബ്ല ഇബ്രാഹിമി ഖിബ്ലയാണ്. വമനാസികനാ മനാസികുഹു, നമ്മൾ ചെയ്യുന്ന ഹജ്ജിന്റെ അമലുകൾ ഇബ്രാഹിമി അമലാണ്. വൽ കഅബത്തു ബിനാഉഹു, കഅബയുടെ നിർമ്മാണം മഹാനവറുകളാണ്. വമില്ലതുഹു മത്ബൂഅത്തുൽ ഉമമി, നമ്മുടെ മില്ലത്ത് ഇബ്രാഹിമി മില്ലത്താണ്. അതുകൊണ്ട് ഈ സമുദായത്തിന് അല്ലാഹു ഇബ്രാഹിമി ആ സ്വലാത്തിന്റെ ക്രോഡീകരണത്തെ ചൊല്ലുക എന്ന കർമ്മം കൊണ്ടുവരിക തന്നെ ചെയ്തു. മഹാന്മാരിങ്ങനെ രേഖപ്പെടുത്തുന്നുണ്ട് പ്രസ്തുത ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വലാത്ത് വല്ലാത്തൊരു അമലാണ്. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ മുഖം കാണാനുള്ള യോഗ്യതയില്ലാത്ത 3 വിഭാഗം ആളുകളുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്റെ മുഖം കാണാൻ യോഗ്യതയില്ലാത്ത 3 വിഭാഗം ആളുകളുണ്ട്. ഒന്നാമത്തെ വിഭാഗം അൽ-ആഖുലിവാലിദൈഹി, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരാ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം താരിഖു സുന്നത്തി, അകാരണമായി മനഃപൂർവ്വം എന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കുന്നവനാ. എന്റെ മുഖം കാണണ്ട എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞ മൂന്നാമത്തെ വിഭാഗം കേൾക്കത്തക്ക രീതിയിൽ എന്റെ പേര് ഉച്ചരിക്കപ്പെട്ടോടത്ത് സാക്ഷിയാണ്. എന്റെ പേര് കേട്ടിട്ടും സ്വലാത്ത് ചൊല്ലാത്തവന് അള്ളാഹു എന്റെ മുഖം കാണിക്കാതിരിക്കട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിർഗുണന, 4 സ്വഭാവം അവനുണ്ടെങ്കിൽ, നമ്മൾ പലപ്പോഴും പറഞ്ഞ കാര്യം, ഒരു മനുഷ്യൻ ഗുണമില്ലാത്തവനും ഗുണം കെട്ടവനാണെന്ന് പറയില്ല, അവനൊരു ബർക്കത്തില്ലാത്ത മനുഷ്യനാണ്. ഒരു ബർക്കത്തുമില്ലാത്ത മനുഷ്യനാണെന്ന് പറഞ്ഞാൽ ഈ 4 സ്വഭാവം ഉണ്ടായാൽ മതി. അവനൊരു ബർക്കത്തില്ലാത്ത മനുഷ്യൻ. ഹദീസാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി പഠിപ്പിച്ചതാണ്. ഒരാൾ നിന്ന് മൂത്രമൊഴിക്കുന്നവനാ, മൂപ്പർക്ക് അങ്ങനെ പറ്റും. രോഗം കൊണ്ടോ കാലിന്റെ മുട്ടും അടങ്ങാതെ വല്ല ആക്സിഡന്റ് പറ്റിയിട്ട് സ്റ്റീലിട്ട ആളെ കുറിച്ചല്ലാട്ടെ പറയുന്നത്. നമ്മളിന്ന് നിന്ന് മുള്ളാനുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ട് കാണാം ചില ടൈറ്റ് ജീൻസുകൾ ധരിക്കുക എന്നത്. എന്തേ കാരണം? അത് ജീൻസ് ഇട്ടിരിക്കുന്നു, ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് ഊരിയിട്ട് മൂത്രമൊഴിക്കാനുള്ള സംവിധാനം വേറെ തേടണം. ചില പുതിയ പരിഷ്കാര പള്ളികളില് മൂത്രപ്പരക്ക് നിന്ന് മുള്ളാനുള്ള ഒരു സൗകര്യം തന്നെ ചെയ്തു കൊടുത്തിരിക്കുക. അത് അടച്ചു പൂട്ടാവുന്ന രീതിയിൽ ഡോറുള്ള, ഡ്രസ് അഴിച്ചു വെച്ച് മൂത്രമൊഴിക്കാനുള്ള സൗകര്യത്തിലല്ലേ കൊടുക്കേണ്ടത്, അല്ലാതെ നിന്ന് മുള്ളാനുള്ള ചട്ടിവെക്കലാണോ? നിന്ന് മുള്ള എന്നത് ഒരു മനുഷ്യന്റെ ഗുണക്കേടാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ നിസ്കാരത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് മുമ്പേ തന്നെ ധൃതി കൂട്ടി വേഗം സലാം വിട്ടാം, തിരക്ക് പിടിച്ച് നിസ്കരിക്കാം. ധൃതി കൂട്ടി വേഗം സലാം വീട്ടിട്ട് മുഖമൊക്കെ തടവിട്ട് എണീറ്റ് പോക്കുണ്ട്, വേഗം കഴിച്ചിട്ട് പോവാം. അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ട പണിയല്ലത്, ആസ്വാദനമാണ് നിസ്കാരം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ അങ്ങനത്തെ നിസ്കാരക്കാരാണ് ബർക്കത്തില്ലാത്ത മനുഷ്യൻ. മൂന്നാമത്തേത്, വാങ്ക് വിളി കേട്ടു, പക്ഷെ വാങ്കിനോട് പ്രതികരിച്ചില്ല. വാങ്ങിനോട് പ്രതികരിക്കണമല്ലോ, വാങ്ങിനോട് പ്രതികരിക്കണം. വാങ്ക് വിളിക്ക് കേൾക്കുമ്പോ അന്നേരം ചൊല്ലേണ്ടതൊക്കെ ചൊല്ലണം, അന്നേരം മൗനമാവണം, വാങ്ങിന് മറുപടി കൊടുക്കണം, വാങ്ങിന് ശേഷമുള്ള ദുആ വേണം. വാങ്കിനോട് പ്രതികരിക്കാത്ത മനുഷ്യൻ ഒരു ഗുണം കെട്ടവനാണ്, അവനൊരു ബർക്കത്തില്ലാത്ത മനുഷ്യനാണെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 4-മത്തെ അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, മുത്തുനബിയുടെ പേര് കേട്ടാൽ സ്വലാത്തുൽ. എങ്ങനെ കഴിയും പടച്ചോനെ അങ്ങനെ? ഹബീബിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് സ്വല്ലാത്തവൻ ഒരു ഗുണം കെട്ടവനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എപ്പോഴും സ്വലാത്ത് വേണേ, സ്വലാത്ത് ഒഴിവല്ല. ചില സന്ദർഭങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വയുസല്ലാ ഫി സ്വബാഹി വൽ മസാഇ 10. സുബഹിക്ക് 10 ചൊല്ലണം, മഗ്രിബിന്റെ ഉടനെ 10 ചൊല്ലണം സ്വലാത്ത്. ഒരു പ്രത്യേക കണക്കാണിത്. സുബൈക്ക് ഉടനെ 10, മഗ്രിബിന്റെ ഉടനെ 10. അതൊരു പ്രത്യേക അമലാണ്. 10 സ്വലാത്ത് അല്ലാൻ എന്താ പ്രയാസം? അതുപോലെ തന്നെ മഗ്രിബ് സുബൈക്ക് ശേഷം 100 ചെല്ലുന്നത് എങ്കിൽ അവന് അല്ലാഹു തആല 100 ആവശ്യം നടത്തി കൊടുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കാം. അതിൽ 30 ഭൂമിയിൽ ആവശ്യം, 70 ആഖിറത്തിന്റെ ആവശ്യം. നേരത്തെ പറഞ്ഞു, മഗ്രിബ് കഴിഞ്ഞ് 10 ചൊല്ലാൻ പറ്റിയ നല്ലതാണ്, സുബഹി കഴിഞ്ഞ് 10 ചൊല്ലാൻ പറ്റിയ നല്ലതാണ്. അത് ഒരു ഏറ്റവും മിനിമം ചൊല്ലലാണത്. ഇനി ആ 10 എന്നുള്ളത് സുബഹി മഗ്രിബിന് ശേഷം 100 വീതമാണെങ്കിൽ അള്ളാഹു 100 ആവശ്യം നിറവേറ്റി കൊടുക്കുന്നു. അപ്പൊ ഒരു ആവശ്യം നിറവേറി കാണാനുണ്ട് നമുക്ക്. വരുന്ന തിങ്കളാഴ്ച എന്നെ ആവശ്യം കാണാനുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ? ഇന്ന് മുതൽ അങ്ങോട്ട് തുടങ്ങിക്കോ. സുബഹി കഴിഞ്ഞ് 100 സ്വലാത്ത് ആ ആവശ്യം നടക്കാൻ വേണ്ടിട്ട് നിയ്യത്താക്കാം. മഗ്രിബ് കഴിഞ്ഞ് 100 സ്വലാത്ത് ആ ആവശ്യം നടക്കാൻ വേണ്ടി നിയ്യത്താക്കാം. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിയുമ്പോ തന്നെ പടച്ചോനെ ഇങ്ങനെ 100 ആവശ്യം നീ നടത്തി തരാനുണ്ടല്ലോ, അതില് ഞാൻ ഇപ്പൊ ഒരു 100 സ്വലാത്ത് ചൊല്ലി 30 ദുനിയാവിൽ നടത്തുമ്പോ ഞാൻ ആ ഉദ്ദേശിച്ച കാര്യം ആ 30 പെടുത്തണേ അല്ലാ ഞങ്ങളുടെ ദ്വാരക്ക. കിട്ടൂലോ, കിട്ടാതിരിക്കണേ, ഒരിക്കലും തള്ളാത്ത അമലല്ലേ ഇത്. അതുപോലെ തന്നെ ഖുർആന്റെ ഖത്മ തീർന്ന പിന്നെ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാരക്കണം. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്ത് എന്ന് പറയപ്പെടുന്ന എല്ലായിടത്തും സ്വലാത്ത് വേണം. അത് സമയത്തിലാവാം, സ്ഥലങ്ങളിലാവാം. അതുപോലെ തന്നെ ഏതൊരു മനുഷ്യന്റെ ദുആയിലും ദിക്റുകളിലും സ്വലാത്ത് ഒഴിവാവാൻ പാടില്ല. ഏത് നല്ല കാര്യം തുടങ്ങുമ്പോഴും സ്വലാത്ത് ഒഴിവാവാൻ പാടില്ല. പ്രത്യേകിച്ച് ശഅബാൻ മാസം വന്നു കഴിഞ്ഞാൽ ശഅബാനിന്റെ ഓരോ ദിവസവും അതിന്റെ രാത്രികളിലും പകലുകളിലും സ്വലാത്ത് വേണേ. എന്തുകൊണ്ട്? ശഅബാൻ മാസത്തെ അള്ളാന്റെ ഹബീബിലേക്ക് അവിടുന്ന് തന്നെ ചേർത്തി പറഞ്ഞിട്ടുണ്ട്. ശഅബാൻ വരുമ്പോ ഒറ്റ ദിവസവും രാവും പകലും സ്വലാത്ത് ഒഴിവാൻ പാടില്ല. വെള്ളിയാഴ്ച രാവ് വന്നാലും വെള്ളിയാഴ്ച പകല് വന്നാലും പുണ്യനബിയുടെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കപ്പെടണേ.
കാരണം വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച പകല് മഖ്സൂസും ബിസയ്യിദുൽ അയ്യാം, സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവ്. ചൊല്ലപ്പെടുന്ന സ്വലാത്ത് സയ്യിദുൽ അനാം ആണ്. അനാം എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ. ദിവസങ്ങളുടെ നേതാവ് എന്ന പീരീഡിൽ സൃഷ്ടികളുടെ നേതാവിന്റെ പേരിൽ ചൊല്ലുക എന്ന ഒരു പാരസ്പര്യ ബന്ധം സ്വലാത്ത് വെള്ളിയാഴ്ച തമ്മിലുള്ള ബന്ധാണിത്. അതുകൊണ്ടൊരു പ്രത്യേകത ഉണ്ട്. വെള്ളിയാഴ്ച ചൊല്ലപ്പെടുന്ന സ്വലാത്തിന് മറ്റു സ്വലാത്തിനേക്കാളും ഫീഹി മസിയ, വലിയ പ്രതിഫല ഉള്ളത്. അതുപോലെ തന്നെ വസിയാദത്തുൻ മസൂബ, വലിയ പ്രതിഫല ഉള്ളത്. അതുപോലെ തന്നെ റബ്ബിനോട് വേഗം അടുക്കാൻ പറ്റും, വലിയ പദവി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളിയാഴ്ച സ്വലാത്ത് രാവും പകലും പ്രത്യേകം സുന്നത്ത് ഹദീസിലുള്ളതാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളിയാഴ്ച അറ്റ്ലീസ്റ്റ് ഇബ്രാഹിമിയ സ്വലാത്ത് ഒരു 100 എണ്ണമെങ്കിലും ചൊല്ലണം. പ്രത്യേകിച്ച് പുണ്യ റബീഉ ശഅബാൻ പോലെയുള്ള കാലങ്ങളിൽ അതൊരു പതിവായ ഒരു അമലായി റമദാനിലൊക്കെ ചെയ്യണം. വിശേഷപ്പെട്ട മാസങ്ങളിലൊക്കെ ഈ 100 സ്വലാത്ത് വെള്ളിയാഴ്ചയിലെങ്കിലും ചൊല്ലണം. എല്ലാ ദിവസവും 100 സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അവരോടല്ല പറഞ്ഞത്, തീരെ അത് തൊടാത്തവരോട് പറയാണ്. വെള്ളിയാഴ്ചയെങ്കിലും ഒരു 100 സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് മാറ്റിവെക്കണം, നമ്മുടെ ആഖിറത്തിന് വേണ്ടിയിട്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിശദീകരിക്കുന്നില്ല, സ്വലാത്തിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ ക്ലാസ്സിൽ പറയാറുള്ള ഒരു ഹദീസ് കേട്ടോളൂ. വെള്ളിയാഴ്ച 80 സ്വലാത്ത് എന്ന ഒരു കോഴ്സ് ഉണ്ട്. 80 സ്വലാത്ത് അല്ല, 100 എണ്ണം അങ്ങനെ ചൊല്ലി ഒരു 80 എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്. വെള്ളിയാഴ്ച ഒരു പ്രത്യേകതയാണ്. 80 വർഷം ചെയ്ത പാപം പൊറുക്കുന്ന അതിന്റെ നേട്ടം പറയുന്നത്. 80 വർഷം ചെയ്ത പാപം അള്ളാഹു പൊറുക്കും. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ 500 സ്വലാത്ത് പതിവുള്ള ആളാണ് എങ്കിൽ, 500 സ്വലാത്ത് പതിവായി ചൊല്ലുന്നവനാണെങ്കിൽ, 500 എണ്ണം പതിവ് ചൊല്ലുന്ന ആളാണെങ്കിൽ, 1000 അതിന് പുറത്തും ചൊല്ലുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുന്നു, ഹദീസിലുണ്ട് 500 സ്വലാത്ത് പതിവുള്ള മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അവന് സാമ്പത്തിക പ്രയാസം ഉണ്ടാവൂല. ഇത്രയും ചൊല്ലിയാൽ മതി. അത്ര 500 എണ്ണം. 500 എണ്ണം ചൊല്ലി പതിവായി എന്നാൽ ഒരിക്കലും സാമ്പത്തിക പ്രയാസം ഉണ്ടാവില്ല. ഒരു നിലക്കുള്ള പ്രയാസം, ഒരു ടൈറ്റ് അവന് വരൂല. ഞാൻ അവസാനിപ്പിക്കാം. ഇനി കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്തിന്റെ മറ്റൊരു വലിയ നേട്ടം മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച രാവ് വന്നു കഴിഞ്ഞാൽ 3000 സ്വലാത്ത് ചൊല്ലാൻ ഒരാൾ തീരുമാനിച്ചു. വെള്ളിയാഴ്ച രാവിലേക്ക് വേണ്ടി 3000 സ്വലാത്ത് വെള്ളിയാഴ്ച രാവിൽ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബിനെ റആ ഫീ മനാമിഹി ദാലിക ഫീ മനാമിഹി ദാലിക അൽ ജിനാബൽ ആനിയാ. 3000 സ്വലാത്ത് വെള്ളിയാഴ്ച രാവിൽ ചൊല്ലുന്ന ആൾക്ക് അന്നത്തെ രാത്രിയിൽ അള്ളാന്റെ ഹബീബിനെ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും കാണും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പേര് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. الحمدلله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെയും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെയും കണ്ടുകൊണ്ടിരിക്കുന്നവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഒരുപാട് രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ രോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ അല്ലാഹ്. കണ്ണിന്റെ അലർജിയുള്ള വടകരയിലുള്ള ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ നീ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. മക്കളുടെ വിവാഹം നടന്നു കാണാൻ ആഗ്രഹിക്കുന്ന പല മാതാപിതാക്കളുടെയും ദുആ വസിയത്തുണ്ട്. അല്ലാഹുവേ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ അടുപ്പിക്കണേ അല്ലാഹ്. ഖൈറായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ ഖത്മുൽ ഖുർആന്റെ ദുആ വേണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ഓതിയ ഒരുപാട് ഖത്മുണ്ട്. പലരും ഇവിടെ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മജ്ലിസിന്റെ ഹഖ് ബറക്കത്ത് കൊണ്ട് അല്ലാഹ്
അവരുടെ ദുആ വസിയത്തുകൾ എന്തൊക്കെയോ അവർ ഏൽപ്പിച്ചിരിക്കുന്നത് മുഴുവനും ഖത്മിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ നീ നടത്തി കൊടുക്കണമല്ലാ. അവര് ഓതിയതായ ഖത്മ് ഞങ്ങളുടെ ദുആയിൽ നീ ചേർക്കണേ അല്ലാ. അല്ലാഹുവേ 1,00,000 സ്വലാത്ത് ചൊല്ലി പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. 1,21,000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് ദുആരക്കാൻ പറഞ്ഞവരുണ്ട്. 1,00,000-ഓളം 2,00,000-ഓളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൗഫീഖ് നൽകു അല്ലാഹ്. ഹബീബിനെ സ്വപ്നം കാണാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ നടുവേദന ഉള്ള സഹോദരി, തണ്ടല് വേദന ഉള്ളവര്, പുറം വേദന, ഊരവേദന, ഒരുപാട് പേര് കാലുവേദന, കയ്യുവേദന, അല്ലാഹുവേ വിട്ടുവിട്ട് വരുന്നതായ തലവേദന അടക്കമുള്ള വേദനയുടെ പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. റഹ്മാനേ നീ ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. ശിഫാ നൽകണേ അല്ലാഹ്. PSCയിൽ ടെസ്റ്റ് കഴിഞ്ഞ് ജോലി തേടുന്ന സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹുവേ അവർക്ക് അർഹമായ തൊഴിൽ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സഹോദരി ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമാണ് കുടുംബം കഴിയാൻ. നല്ലൊരു ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അടുപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് പേര് മരണപ്പെട്ടവരുടെ ആണ്ട് ദിവസങ്ങളാണെന്ന് പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.